എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ് മുന്നണി നേതാക്കൾ. LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു എക്സിറ്റ് പോളിലും LDFന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ 2 ദിവസം ശേഷിക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ LDF UDF മുന്നണികൾ പ്രതീക്ഷയർപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പ്രകടിപ്പിച്ചത്. എക്സിറ്റ് പോൾ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും MA ബേബി പറഞ്ഞു. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സിറ്റ് പോളിലെ കണക്കുകൾ വിശ്വസിക്കുന്നില്ലെന്നും സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ നിൽക്കുമെന്നും ഇത്തവണയും LDFന് അനുകൂല ഫലമുണ്ടാകുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. BJPക്ക് അധിക സീറ്റുകൾ ഒരു എക്സിറ്റ് പോളും പ്രവചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ന എക്സിറ്റ് പോളിലെ ഒരു പ്രത്യേകത, 2 മുന്നണികളും തമ്മിലുള്ള മത്സരത്തിൽ കേരളത്തിൽ അടുത്തടുത്താണ് നിൽക്കുന്നത്. നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും കാണുന്നില്ല, വളരെ കുറച്ച് സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. എന്നാൽ BJPയുടെ അക്കൗണ്ടുകൾ CPM ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു, BJPയുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഒരു എക്സിറ്റ് പോളിലും ഇടതുപക്ഷത്തിന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. തൊഴിൽ ചെയ്യുന്നവന് കൂലി കിട്ടാത്ത കാലമാണ് ഇത്. ആ ദുരന്തകാലം 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരിക്കലും തൊഴിലാളികളെ മറക്കില്ല. തൊഴിലാളികളുടെ ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടമായിരിക്കും അടുത്ത ആഴ്ച കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എക്സിറ്റ് പോൾ ഒരു സൂചനയാണെന്നും UDFന് മികച്ച വിജയമുണ്ടാകുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചാൽ വ്യക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ അന്നേരം പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം അവർ അറിയിക്കുന്നതായിരിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ചർച്ച നടക്കുന്നതെന്നും ജാതിയും മതവും നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിന് കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLAമാരും നേതാക്കളുമായി സംസാരിച്ചിട്ട് അതിൽ നിന്നുള്ള ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.